ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് മന്തിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ബീഫ് ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 1.5 കിലോ ബീഫ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് മന്തി ആയതുകൊണ്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മന്തി മസാലയാണ്. നമുക്കിത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാലയാണ് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കൊരു 4-5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, അതിലൊന്നും അളവ് പറയുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കാണ് വേണ്ടത്. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എടുക്കണം. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാഗി കട്ട പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 കട്ട മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് തിരുമ്മിയെടുക്കണം. ഈ മസാലയൊക്കെ നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സ്പൈസസുകൾ എടുത്തിട്ടുണ്ട്. കുരുമുളക്, പച്ചമല്ലി, അതേപോലെ കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും, പിന്നെ പട്ട, കറാമ്പു, ഏലക്കായ്, ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് പുതിന ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ 1/2 കപ്പ് മല്ലിയില കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് നേരെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് ബീഫും നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈപ്പ് കുക്കറിൽ നമ്മളിത് ടൈം വെച്ചിട്ടാണ് കണക്കാക്കുന്നത്. ഏകദേശം 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ടൈം ഉള്ളത്. സാധാ കുക്കറാണെങ്കിൽ സാധാരണ നിങ്ങൾ കറിക്കെല്ലാം വേണ്ടിയിട്ട് ബീഫ് എങ്ങനെ വേവിക്കുന്നോ ആ ഒരു രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ബീഫ് വെന്തിരിക്കണം. 1-2 വിസിൽ അധികം വെച്ചോളൂ, എന്നാലാണ് നമുക്ക് ഈ ഒരു മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാ നിൽക്കുമ്പോഴൊക്കെ ഇത് കഷ്ണങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ലോണം വെന്ത് വരണം. അപ്പോൾ ഈ നല്ലോണം വെന്ത് വന്ന ബീഫ് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് വേഗം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് ഹാർഡായിട്ട് വരും. അപ്പോൾ നമുക്കിത് നല്ല കുക്കായിട്ട് വന്ന ബീഫല്ലേ, അതുകൊണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതേപോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് മേലൊക്കെ ഒന്നിങ്ങനെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇതൊന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ബീഫും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അത്ര സമയം വേണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത ശേഷം നമുക്കിനി ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ ഇനി നമ്മുടെ ഈ ഒരു ബീഫ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ കുക്കറിൽ ഇതിൻ്റെ മസാലകൾ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടാവും. അത് നമ്മൾ ലാസ്റ്റ് നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അതേപോലെ ഈ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ബാക്കി ഓയിലും ആ കുക്കറിലുള്ള ബാക്കി മസാലയും രണ്ടും കൂടി നമ്മൾ ചോറിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചോറ് വെച്ച് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മന്തി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു റൈസ് കുറച്ച് ഓയിലി ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും കിട്ടുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് അതൊരു കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഓയിലി ആയിരിക്കണം. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ബാക്കി ഓയിലും ഒരു മസാലയൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നും കുറച്ച് ഓയിൽ ഉണ്ടാവും.
അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ബേ ലീഫ് ഉണ്ട്, പിന്നെ ചുക്കിൻ്റെ ഒരു കഷ്ണമാണ്, അതേപോലെ പച്ചമല്ലി, കുരുമുളക്, പിന്നെ കറാമ്പൂ, പിന്നെ ഇതിലേക്ക് ഏലക്കായും പട്ടയും അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു മിക്സ് ആയിട്ട് ഇങ്ങനെ കിട്ടും, മന്തിയുടെ ഒരു മിക്സാണിത്. ഇത് മേടിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ചുക്കും ബേ ലീഫൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിനി ഇതിലേക്ക് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വലിയ ക്യാപ്സിക്കാണ് ചേർത്തത്, സ്ലൈസ് ചെയ്തിട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതേപോലെ സ്ലൈസസ് ആണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നൊന്നുമില്ല, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയും ക്യാപ്സിക്കൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 1.5 കിലോ അരിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ അരി അളന്ന് നോക്കിയിട്ട് ആ ഒരു അരി അളക്കുന്ന പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കാം, അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് 2 മാഗി കട്ട ഇട്ട് കൊടുക്കാം. മാഗി കട്ട ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിൽ ഉപ്പൊന്ന് നോക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ഉണക്കനാരങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച സമയത്ത് ആ കുക്കറിൽ ഉണ്ടായിരുന്ന ഗ്രേവിയാണ്. ആ ഗ്രേവിയും അതേപോലെ തന്നെ ബീഫ് ഫ്രൈ ചെയ്ത സമയത്തുള്ള ബാക്കിയുള്ള ഓയിലും കൂടിയാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ ബീഫിൻ്റെ സത്തൊക്കെ ആ ഗ്രേവിയിലല്ലേ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ചോറിൻ്റെ കളറ് ചിലപ്പോൾ വൈറ്റ് റൈസായിട്ട് കിട്ടിയെന്ന് വരില്ല, പക്ഷേ നമ്മുടെ ചോറ് ആ റൈസ് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പീസൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിക്കായിരിക്കും നമ്മുടെ റൈസ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം ഉപ്പ് കുറവാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നല്ലതുപോലെ തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്തും നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലതുപോലെ തിളക്കട്ടെ. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. 1 മണിക്കൂറിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞ് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയ ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മന്തി റൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കരുത്, അപ്പോൾ നമ്മൾ ഈ അരി പൊടിഞ്ഞത് പോലെ ആവും. അതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അരി വല്ലാണ്ട് എന്താ പറയുക ഒരു ഉപ്പുമാവ് പരുവത്തിലാവും. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ട. നമുക്കിനി അടച്ചു വെച്ചിട്ട് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നമുക്ക് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി കറക്റ്റ് ഇത് പാകത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇത് ഇളക്കുമ്പോൾ നമുക്കിതിങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് കുറച്ചൊരു വേവ് കൂടി പോയ പോലെ തോന്നും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ച് ഹാർഡായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഇത് തണുക്കുന്ന സമയത്ത് ഇതൊന്നുകൂടി ഹാർഡാവും. അപ്പോൾ തീരെ വേവാത്ത പോലെ തോന്നും. അപ്പോൾ ഇത് ഈ ഒരു ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്കിത് കുറച്ചൊരു വേവ് അധികമായ പോലെ തോന്നണം. എന്നാൽ മാത്രമാണ് നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറി നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും റൈസ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു പരുവായ സമയത്ത് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് കുറച്ച് വേവ് കുറവാന്നൊക്കെ തോന്നുന്നതാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിൻ്റെ മുകളിലേക്ക് കുടഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ചൂടുവെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പുകയിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബീഫ് ഇതിന് ചുറ്റും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ നടുവിലാണ് പുക ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബീഫ് ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ നേരത്തെ ഉള്ള ആ ഒരു മന്തി മസാല ഇല്ലേ, അത് നമുക്ക് കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബീഫ് നല്ലൊരു ഡാർക്ക് കളറായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല കറുത്ത കളറായിട്ട് വരും ആ ഒരു പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് ഇങ്ങനെ സൈഡിൽ കൂടി വേണം ഇട്ട് കൊടുക്കാൻ. നടു കുറച്ച് ഗ്യാപ്പ് വേണം.
ഇനി നമുക്ക് ഇതിലേക്ക് ചാർക്കോൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് കനലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു പുക ഒട്ടും തന്നെ പുറത്ത് പോവാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോയിൽ വെച്ച് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നമ്മുടെ ആ ഒരു പുകയുടെ ഫ്ലേവറൊക്കെ നല്ല രീതിക്ക് നമ്മുടെ റൈസിലും ബീഫിലൊക്കെ പിടിക്കട്ടെ. അപ്പോൾ ഇതേപോലെ ഒരു 2 3 ഫോയിൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ പുക പിന്നെ എവിടെയും പോവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു മൂടി കൂടി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇതിങ്ങനെ തന്നെ നല്ല രീതിക്കൊന്ന് കവർ ചെയ്തെടുത്ത ശേഷം നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. നല്ല ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു റൈസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.